ഭഗവതിൻ്റെ ക്ഷേത്രമാണെങ്കിൽ ഇതിൻ്റെ വടക്ക് വാതിനെ കെട്ടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തേരോട്ടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അതൊരു ഇറിറ്റേഷൻ വരും. നാഗത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവും ചില ക്ഷേത്രത്തിൽ, ആ നാഗത്തിന് വലം വയ്ക്കാൻ പാടില്ല, നാഗത്തിന് കണ്ടുകൊണ്ട് വലം വയ്ക്കരുത്. നമ്മൾ ഉത്സവത്തിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു കുറവ് വന്നു, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നേദ്യം അല്ലെങ്കിൽ ഒരു നിവേദ്യം കൊടുക്കാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ളൊരു പരിഹാരമാണ് ഈ ഏഴാം പൂജ. അല്ലാതെ ഞാനിപ്പോൾ എനിക്കൊരു ക്ഷേത്രമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഗുണം കിട്ടൂല, കാരണം ആ ദേവത അനുഗ്രഹിക്കില്ല. സായി സർ, ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങളിൽ പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഉത്സവങ്ങൾ നടത്താനായിട്ട് ഒരു രീതിയുണ്ടോ? ആ രീതിയുണ്ട്. ആ രീതി ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, ഇന്ന് അറിയാത്തവരുണ്ട്. അപ്പം അറിയുന്നവർ അറിഞ്ഞോട്ടെ, അറിയാത്തവർ കേൾക്കുന്നത് നല്ലതാണ്. അത് നല്ലൊരു ചോദ്യമാണ്, കാരണം പലർക്കും ഉപകാരപ്പെടുന്നൊരു ചോദ്യമാണ്. ഈ കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്ന അറിയാലോ, കുടുംബങ്ങളൊന്നായിട്ട് സമ്മേളിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് 15 ദിവസം തൊട്ട് നോൽമ്പെടുക്കാം, 7 ദിവസം തൊട്ട് നോൽമ്പാം, അങ്ങനെ 2 രീതിയുണ്ട്. 15 വേണമെന്നാണ് പറയാറ്. അപ്പോൾ 15 ദിവസത്തിൽ തൊട്ട് നോൽമ്പെടുക്കുമ്പം അതിൻ്റെ ആ സ്ഥലത്തെ ദേവതകളുടെ മിക്ക ക്ഷേത്രത്തിലും പുറത്തുള്ള സ്ഥലസംബന്ധി എന്ന് പറയും. ഒന്ന് ബ്രഹ്മരക്ഷസ്, കുളിയൻ, ചുവ എന്നൊക്കെ പറയും. ഈ മൂർത്തികൾക്ക് ആദ്യം കർമ്മം ചെയ്യും. കർമ്മം ചെയ്തിട്ടാണ് നമ്മൾ, അതായത് ഈ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ ഗുളികന് ചുവയ്ക്കും, കർമ്മങ്ങൾ ചെയ്യും. എന്നതിന് ശേഷം നോൽമ്പ് തുടങ്ങാൻ. നോൽമ്പ് തുടങ്ങി നോൽമ്പിൻ്റെ അവസാനത്തിൽ നമ്മൾ ഉത്സവം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉത്സവം എന്നുള്ള രീതി അത് കൊടുതിയാക്കാം, ഉത്സവമാക്കാം, ഗംഭീരമായിട്ട് ചെയ്യുന്നവരുണ്ട്. പല ഇതിലാണ് ചെയ്യുന്നത്. ചിലർ ചെണ്ടക്കൊട്ട്, വാദ്യോളം, പിന്നെ തിറകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ രീതി പറയുന്നത്. നോൽമ്പെടുത്തിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ കുടുംബക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പൂജയാണ് ഏഴാം പൂജ. അത് എൻ്റെ പ്രത്യേകത എന്താണ്? ഈ കുടുംബക്ഷേത്രത്തിൻ്റെ ഏഴാം പൂജ എന്ന് പറയുന്നത് വെച്ചാൽ ഉത്സവം കഴിഞ്ഞാൽ അത് അടച്ചിടും. അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുന്നത് 7ാമത്തെ ദിവസമാണ്. അപ്പം ആ 7ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഏഴാം പൂജേൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഉത്സവത്തിന് എന്തൊക്കെ കഴിഞ്ഞോ, അതായത് ആഘോഷങ്ങളല്ല കേട്ടോ, പൂജാതി കർമ്മങ്ങൾ, അത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഈ ഏഴാം പൂജേൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നും കൂടി ചെയ്യാം. സപ്പോസ് ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഉത്സവത്തിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു കുറവ് വന്നു, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേദ്യം അല്ലെങ്കിൽ ഒരു നിവേദ്യം കൊടുക്കാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ളൊരു പരിഹാരമാണ് ഈ ഏഴാം പൂജ. അതായത് നമുക്ക് വന്ന തെറ്റുകൾ തിരുത്തപ്പെടാനുള്ള ഒരു ദിവസം കൂടിയാണ് ഏഴാം പൂജ. ആ ദേവതയ്ക്ക് പ്രസാദിപ്പിക്കുക. ചില ആൾക്കാർ ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോത്സ്യന്മാരെടുത്ത് പോകും. ഞങ്ങളങ്ങനെ തറവാട്ടിൽ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞു, എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ജ്യോത്സ്യരെന്ന് ചോദിക്കും. അങ്ങനെ അവർ പറയുന്നതനുസരിച്ചാണ് ഈ ഏഴാം പൂജയ്ക്ക് അതിന് പരിഹരിക്കപ്പെടുക. അതാണ് ഏഴാം പൂജേൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കുടുംബക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് കൊണ്ട് ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുടുംബത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ വിഷയം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിക്കുന്നു. രണ്ടാമത്തെ അവിടെ ഒരു കൂട്ടപ്രാർത്ഥന എന്നൊരു സംഭവം അവിടെ അരങ്ങേറുന്നുണ്ട്. ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്, അറിയാലോ. അതായത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം അതിന് ശക്തി കൂടും, അതിൻ്റെ പ്രഭാവം വരും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ എല്ലാവരും തമ്മിലുള്ള എല്ലാ ഇതും മറന്ന് നമ്മളവിടെ ഒന്നാകുകയാണ്. ആ ദേവങ്ങളിൽ സന്തോഷമാണ്. ആ കുടുംബങ്ങൾ അവിടെ സംഗമിക്കുകയാണ്. അപ്പോൾ അതിന് വേറൊരു സംഭവം, ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ദൂരത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അന്ന് എത്തിപ്പെടും. എന്നിട്ട് അവിടെ അവരെക്കാൾ കഴിയുന്ന രീതിയിൽ, കാരണം അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വലിയവൻ മറ്റാളെന്നുള്ള ഇല്ല. എത്ര വലിയ ജോലി ആയാലും എത്ര താഴ്ന്ന ജോലി ആയാലും എല്ലാവരും സമന്മാരാണ് ആ ദേവതൻ്റെ മുന്നിൽ. അപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവത അവരെ അനുഗ്രഹിക്കുന്നു. കൂടി നിന്ന് ചെയ്യുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്. അല്ലാതെ ഞാനിപ്പോൾ എനിക്കൊരു ക്ഷേത്രമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഗുണം കിട്ടൂല, കാരണം ആ ദേവത അനുഗ്രഹിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സോട് ചെയ്യുക. അതൊരു മനസ്സോടുകൂടി ചെയ്താൽ വളരെയേറെ ഐശ്വര്യ അഭിവൃദ്ധി കൂടുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ഒരാൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും ഒരു 50 ആൾ പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള ഫലം. കൂട്ടപ്രാർത്ഥന അവിടെ റെഡി ആവുന്നുണ്ട് സംഭവം.
അതുപോലെ എല്ലാ വർഷവും ഒരു മുറ അനുസരിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ വർഷമാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ വർഷത്തിൽ ഒരിക്കലാണ് ഇവരെ ആഘോഷം. പിറന്നാൾ എന്ന് പറയും ആ കുടുംബദേവതേൻ്റെ. അത് ഇവർ ആഘോഷമായിട്ട് ആ ദിവസം ചില ദിക്കിൽ എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ ദിവസം തന്നെ ഫിക്സ് ചെയ്യും. അപ്പോൾ അത് അറിയിക്കേണ്ട കാര്യമില്ല. ചില ദിക്കിൽ എന്തെങ്കിലും വിഷയം വന്നാലേ ഡേറ്റ് മാറുള്ളൂ. അതാണ്. അപ്പോൾ ഈ ഇപ്പോൾ കുംഭം 10-ാം തീയതി ഇന്ന തറവാട്ടിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ആ 10-ാം തീയതി അവരെ എത്തിപ്പെടും. അത് പ്രത്യേകിച്ചൊന്നും പറയണ്ട. അപ്പോൾ ഇവർ ആദ്യം പറയും ഞങ്ങൾ 10-ാം തീയതി ഞങ്ങൾ ക്ഷേത്രത്തിൽ ഉത്സവമാണ്, ഞങ്ങളെ കുടുംബക്ഷേത്ര ഉത്സവമാണ്, അന്ന് പറ്റൂല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ എത്തിപ്പെടും. അതാണ് വർഷത്തിലൊരിക്കലാണ് അവർക്ക് കൊടുത്താൽ മതി ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ചില ആളുകൾ ജോൽസിന്റെ അടുത്ത് എത്തുമ്പോൾ ചില പ്രശ്നങ്ങളായിട്ടായിരിക്കുമല്ലോ എത്തുക. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് പറയാറുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്, കുടുംബക്ഷേത്രത്തില് ഇന്ന പൂജ മുടങ്ങി, അതുകൊണ്ട് അതിന്റെ ദോഷം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു മുടക്കം സംഭവിച്ചാൽ എന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിച്ചേക്കാവുന്നത്? അല്ല, ഈ കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇവരെ മനസ്സിനുള്ളിലാണ് വിഷയം വരുന്നത്. ഈ കുടുംബദേവതയ്ക്കൊരു ദോഷം അവിടെ വരില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 10 കുടുംബം ഉണ്ടെങ്കിൽ ഒരു 2 കുടുംബത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 8 കുടുംബം നടത്തും. അപ്പോൾ ഈ 2 കുടുംബത്തിൽ അവിടെ വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമ്മളൊരു നെഗറ്റീവ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വിഷയം. അല്ലാണ്ട് ഈ കുടുംബദേവതൻ്റെ ദോഷം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയുള്ള ജ്യോത്സ്യൻ്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അവിടെ എത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കൊരു ദോഷമില്ല എന്ന് പറഞ്ഞാൽ എത്തൂല. അതാണ് പറയുന്നതാണ്. അത് പറഞ്ഞാലേ ഇവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മളൊരാളെ വിശ്വാസം ഉണ്ടാക്കുകയല്ല വേണ്ടത്, അയാളെ പിന്തിരിപ്പിക്കുകയല്ലേ വേണ്ടത്. കാരണം വെച്ചാൽ മലയാളികൾ തരാറെന്താ വെച്ചാൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ശരിയാ, അതാണ്. മലയാളികൾ മാത്രമല്ല പൊതുവെ മനുഷ്യരുടെ ഒരു അല്ല, ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത, മറ്റവരോട് മറ്റുള്ള സ്റ്റേറ്റിലൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. കാരണം എങ്ങനെ കണ്ട് ഒഴിഞ്ഞു മാറാന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ ഇപ്പം കുറേ അധികം നാളുകളെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് ആനയിടുന്നു. അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അത് ആനയിടുന്നത് ശരിക്കും അത് ആനയിടാൻ എന്താ കാരണം എന്നുള്ളത് ഒരു ദേവപ്രശ്നമൊക്കെ വെച്ചിട്ട് നോക്കണം എന്നാണ് പറയുക. ഒറ്റയടിക്ക് നമ്മളൊരു കാരണം പറയരുത്, അതൊരു തെറ്റാണ്. പക്ഷേ അതിന് ചില കാരണങ്ങളിൽ അത് എൻ്റെ ഒരു മാത്രമുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആന എന്നെ കൊണ്ടുവന്ന് നമ്മൾ ഉത്സവം ആഘോഷിക്കുമ്പോൾ ഈ വെടിക്കെട്ട് പടക്കങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ അടുത്തുനിന്ന് പൊട്ടിക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ട്. രണ്ടാമത്തത് ഭഗവതീൻ്റെ ക്ഷേത്രമാണെങ്കിൽ ഇതിൻ്റെ വടക്ക് വാതിനെ കെട്ടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തേരോട്ടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അതൊരു ഇറിറ്റേഷൻ വരും ആനയ്ക്ക്. മൂന്നാമത്തത് നാഗത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവും ചില ക്ഷേത്രത്തിൽ. ആ നാഗത്തിന് വലം വയ്ക്കാൻ പാടില്ല, നാഗത്തിനെ കണ്ടുകൊണ്ട് വലം വയ്ക്കരുത്. അതും ഒരു ആന നാഗത്തിനെ കാണാൻ പാടില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഇറിറ്റേഷൻ വരും. അപ്പോൾ ഈ ഇറിറ്റേഷനാണ് ഇതിൻ്റെ പ്രശ്നം, ഇടയുന്നതിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇറിറ്റേഷൻ വരാൻ? ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ രീതി അതാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ആനയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ് സംഭവം. കാരണം എന്താ വെച്ചാൽ വളരെയേറെ ബുദ്ധിയുള്ള ജീവിയാണല്ലോ ആന. ആനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ആനേനെ നമ്മൾ ഇതാകും. പിന്നെ അതില്ല, ഗണപതിൻ്റെ ഒരു സ്വരൂപ ആണല്ലോ ഈ ആനന്. അങ്ങനെ ഒരു വിഷയമുണ്ട് സംഭവം. അത് ശരിക്കും പറയേണ്ടത് ഇതാണ്, അതായത് ക്ഷേത്രത്തിൽ എന്താ വിഷയം എന്നുള്ളത് ചില ദോഷങ്ങൾ കൊണ്ടാകാം അങ്ങനെ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യണം. അതിൽ ഒറ്റയടിക്ക് പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചില സംഗതികളൊക്കെ ഉണ്ടായില്ല, സാധ്യതകൾ. ആ സാധ്യതകൾ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെയും ചിന്തിക്കാമെന്ന് മാത്രം. അല്ല ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ആന ഇടയുന്നതെന്ന് പറയാൻ പാടില്ല. കാരണങ്ങളുണ്ട്. കാരണം ഈ ആനയ്ക്ക് ഇറിറ്റേഷൻ വരുന്നു എന്നാണ് മെയിൻ. എന്താ വെച്ചാൽ ഇങ്ങനെ വെടിക്കെട്ട് സൗണ്ടുകളൊക്കെ കുറച്ച് അകലേന്ന് പൊട്ടിക്കുകയാണ്, അതിൻ്റെ അടുത്ത് കേൾക്കാത്ത രീതിയിൽ. കാരണം പേടിച്ചു കഴിഞ്ഞാൽ ഇത് വരും. പിന്നെ നമ്മളെ ഒരു പരിചയത്തിലൊരു സ്ഥലത്ത് 3 ആനേനെ എഴുന്നള്ളത്ത് നടത്തിയിട്ട് ഒരു ആനേൻ്റെ കൊമ്പ് കയറ്റി വേറൊരു ആനേൻ്റെ പിന്നാമ്പുറത്ത് കുത്തിയിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ അങ്ങനെയും വരും. കാരണം 3 ആനേൻ്റെ എഴുന്നള്ളത്ത് ഒരു സ്പേസ് ഇടണം. ആ സ്പേസിൽ നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വന്നിട്ട് അത് കുത്തിയുമ്പോൾ അത് ഇതാവും, പേടിച്ചു. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ചില ദിക്കിൽ അത് പറയാൻ പാടില്ല, എന്നാലും പറയുകയാണ്, നമ്മൾ ഈ കൂപ്പിലെ ആനയൊക്കെ ഉണ്ടല്ലോ, ഈ കൂപ്പിലെ ആനയ്ക്ക് എഴുന്നള്ളത്തിന് കൊണ്ടുവന്നാൽ അപ്പോഴും പ്രശ്നം വരും. കാരണം അതിന് പരിചയമില്ലാത്ത പണിയാണ്.
അതാണ്. അതെ, നന്ദി. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.